ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നമ്മളറിയാതെ നമ്മളാരോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതാരാണ്, അയാളുടെ ഫീലിങ്സ് നമ്മളോട് എങ്ങനെയുള്ളതാണ് എന്നൊക്കെയാണ്. സോ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ടാറോ റീഡിങ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലുണ്ടാവുന്ന പ്രോബ്ലംസും സ്ട്രെസ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഗൈഡൻസും, അതുപോലെ തന്നെ ഹീലിങ്ങും, പിന്നെ യോഗപരമായിട്ടും ഒക്കെ സ്ട്രെസ് റിലീഫ് യോഗാസും അതിനോടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുമായിട്ട് റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇത് ഏത് ടൈമാണോ നമ്മൾ കാണുന്നത് അപ്പോൾ മുതൽ ഇത് വാലിഡ് ആണ്. സോ ഇത് നമ്മളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം ഇത് എടുക്കുക. സോ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. സ്ട്രെസ്സൊക്കെ മാറ്റി വളരെ ഫ്രീ ആയിട്ട് ജസ്റ്റ് കണ്ണടച്ച് നല്ല കാമായിട്ടിരിക്കുക. സോ നമുക്ക് റീഡിങ് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ നമ്മളിൽ നിന്നും അകന്ന് ഒരുപാട് ദൂരം പോയിരിക്കുന്നു. പക്ഷേ ആ ഒരു പേഴ്സണ് നമ്മുടെ പഴയ മെമ്മറീസും ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ അയാളുടെ മൈൻഡിൽ കിടന്ന് ഭയങ്കരമായിട്ടും അയാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോഴും. സ്റ്റിൽ പണ്ടെങ്ങനെയായിരുന്നു അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോഴും ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളുള്ളത്. അത് മേ ബി നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ട് ആവാം, ഗേൾ ഫ്രണ്ട് ആവാം, നമ്മുടെ വഴക്കിട്ടിരിക്കുന്ന ഹസ്ബൻഡോ വൈഫോ ആരും ആവാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരാളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമുക്കും അറിയാം ആ ഒരു പേഴ്സണ് നമ്മൾ ഇഷ്ടമാണ്, പക്ഷേ അപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ് നമ്മളോട് അങ്ങനെയൊന്നും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് വിട്ടുന്ന അങ്ങനെയും ഒരു എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളിൽ നിന്ന് പോകാൻ ഉള്ള റീസൺ എന്ന് വെച്ചാൽ, അപ്പോൾ അവരെ നമ്മൾ ലൈഫിൽ നിന്ന് പോയി, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസും ചെറിയൊരു ക്ലാഷൊക്കെ കൊണ്ട് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ബ്രേക്കപ്പ് ആയി ഇട്ടുള്ള കേസുകളിലും ഈ ഒരു പേഴ്സണ് നല്ലതുപോലെ അറിയാം നിങ്ങളുടെ ഈ ഒരു പാസ്റ്റിനെ ആ പേഴ്സണിനെ കംപ്ലീറ്റ്ലി മറക്കുവാണെങ്കിൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡും ഒരു ബോഡിയും ഒക്കെ ആ പേഴ്സൺ ഉണ്ടാകത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു മെമ്മറിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ്, ഒരു തരത്തിൽ മേ ബി വർഷങ്ങളായിട്ടും ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരാളായിരിക്കാം. അപ്പോഴെങ്കിലും സ്റ്റിൽ അയാളുടെ മൈൻഡിൽ നിങ്ങളുടെ പ്രസൻസും നിങ്ങളോടുള്ള ഒരു ഫീലിങ്സും ഒക്കെ സ്റ്റിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണ് അപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡാണ് മൈൻഡ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് വൈസ് കംപ്ലയിൻ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. മൈൻഡും ഈ ടെൻഷൻസും സ്ട്രെസ്സും എല്ലാം കൂടി ഇരിക്കണം. അതായത് നിങ്ങളായിട്ടുള്ള യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും മേ ബി ഒരു ഇൻഫർമേഷൻ പോലും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മെൻ്റലിയൊക്കെ ഒരുപാട് തകർന്നിരിക്കുകയാണ് ആ ഒരു പേഴ്സൺ. അപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സൻ്റെ ഹെൽത്തിനെ തന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള ഒരു ഫീലിങ് ആ ഒരു പേഴ്സൺ മറന്നിട്ട് പുതിയൊരു ആളായിട്ട് വരണം എന്ന് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. പക്ഷെ അതേപോലെ ആവാൻ ആ പേഴ്സണ് കഴിയുന്നില്ല. സ്റ്റിൽ ഇപ്പോഴും നിങ്ങളെ കുറിച്ച് ആലോചിച്ചും നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ആ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് ഇപ്പോഴും ആ ഒരു പേഴ്സൺ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടും ഇമോഷണലി ഒരുപാട് ഡാമേജാണ്. ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഭയങ്കര ദുഃഖങ്ങളും ഒരുപാട് സ്ട്രെസ്സും പിന്നെ പേടി, അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. മെൻ്റലി ഒരുപാട് ഡാമേജാണ്. ഒരു കാര്യത്തിനും ഒരു സ്റ്റെബിലിറ്റിയും കിട്ടുന്നില്ല. പിന്നെ അതുപോലെ ഒരു കാര്യം പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പേഴ്സണ് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് ലൈഫിൽ. നിങ്ങളും ആയിട്ടും ഒരു റിലേഷൻ ഉണ്ടായിരുന്ന സമയത്തും ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴും കുറേ കൂടെ വൾഗറായിട്ടൊരവസ്ഥയിലാണ് ആ ഒരു പേഴ്സണിൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്, ഇതൊക്കെ എല്ലാവരെയും പോലെ തന്നെ ഇത് ഓവർകം ചെയ്ത് പോകണം, നല്ല രീതിയിലാവണമെന്നൊക്കെ. അതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ചും ഓരോ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുമൊക്കെ ഉണ്ട്, ഇങ്ങനെ വേണം. അപ്പോൾ നല്ലൊരു ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ, ഈ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി. മേ ബി നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിനാൻഷ്യലി നല്ല രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കാം നിങ്ങളിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങളെ ഇപ്പോൾ വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി കൊടുക്കണമെന്നൊന്നുമില്ല, നമ്മളെ കൊണ്ടാവുന്നതൊക്കെ നമ്മൾ അയാൾക്ക് വേണ്ടി പൈസപരമായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളെ ആ ഒരു പേഴ്സണ് നല്ലതുപോലെ, അതായത് നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ട് അതുപോലെ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആ പുള്ളിക്ക് നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫിനാൻഷ്യലി പ്രോബ്ലമൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെപ്പറ്റി ആ പേഴ്സൺ ആലോചിക്കാറൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാരുണ്ട്, അതായത് ആ ഒരു വ്യക്തിക്കറിയാം ഒരുപാട് സെൽഫിഷ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉള്ള ഒരാളായിരിക്കാം അത് പൈസയുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ആ പേഴ്സൺ മനസ്സിലാക്കി, അതായത് നിങ്ങൾ മേ ബി പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ പേഴ്സണ് അങ്ങനെയുള്ള ആൾക്കാർ പേടി കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് കൂടുതൽ അവർ കൂടുതൽ മുതലെടുക്കുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. മേ ബി ഫാമിലിയിലായിരിക്കാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യങ്ങളൊക്കെ മൈൻഡിലുള്ള അതൊക്കെ ഓർത്ത് ആ പേഴ്സൺ ഒരുപാട് പേടിക്കുന്നുണ്ട്. അപ്പോൾ മെൻ്റലിയും ഫിസിക്കലിയും ഒരുപാട് പ്രോബ്ലംസ് ഉള്ളിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെയും ഒരു വിഷമമുണ്ട്. പോരാത്തതിനും കൂടെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ജലസിയും ഗ്രീഡി ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസും വേറെയുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സൺ തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്യാനും എടുക്കാനും ഇപ്പോൾ നിലവിൽ ആരും തന്നെ ഇല്ല. പിന്നെ ഈ ഒരു പേഴ്സണെ മുതലെടുക്കാൻ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്, അത് ഫിനാൻഷ്യലി. അപ്പോൾ ചില കേസസിൽ മനസ്സിലായി അതൊക്കെ മാറി കൺട്രോൾ ചെയ്തൊക്കെ നിൽക്കാറുണ്ട്. ബട്ട് ചില സമയങ്ങളിൽ ഇതേപോലെ ചതിക്കുഴികളിലൊക്കെ വീണ്ടും ചെന്ന് ചാടാറുമുണ്ട്. കുറേയൊക്കെ മാറും, കുറേയൊക്കെ പോയി വീണ്ടും ചാടി അബദ്ധങ്ങളും പണികളും വീണ്ടും കിട്ടാറുണ്ട് ഈ ഒരു പേഴ്സണ്. പിന്നെ ഈ ഒരു വ്യക്തി എല്ലാത്തിൽ നിന്നും ഒതുങ്ങി മാറി ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സുമായിട്ട് മാത്രം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടുള്ള ഭയങ്കര ഡെപ്തിലുള്ള ആ ഒരു സ്നേഹവും പാസ്റ്റ് മെമ്മറീസും അതും പിന്നെ മറ്റുള്ളവരെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ കാണിക്കുന്നതും ഒക്കെയായിട്ടുള്ള എല്ലാ തരത്തിലും ഫിനാൻഷ്യലിയും ഒക്കെ എല്ലാം കൊണ്ടും ആകെപ്പാടെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ഫീലിങ്സും ആ ഒരു ഇമോഷനിലും കംപ്ലീറ്റ്ലി കവർ ചെയ്ത് സ്വന്തമായിട്ട് ആ ഒരു ഇതിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ് ആ ഒരു പേഴ്സൺ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒതുങ്ങിയൊരവസ്ഥയാണ്. എല്ലാം പോയി, എല്ലാം തകർന്നു എന്നൊക്കെ രീതിയിൽ മാറി സ്വന്തമായിട്ട് വന്നുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ടായതൊക്കെ ആലോചിച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് കുറേയൊക്കെ നല്ല കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി യൂണിവേഴ്സ് തന്നെ നമുക്ക് നൽകുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ പേഴ്സൺ അറിയാം നിങ്ങൾക്ക് ആ പേഴ്സണ് ഇല്ലാതെ പറ്റില്ല, നിങ്ങൾ തമ്മിലുള്ളൊരു റിലേഷനും എല്ലാം അറിയാം. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് ആ ഒരു പേഴ്സണ് അത് മനസ്സിലായി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ളൊരു പോസിറ്റീവ് കാര്യം തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജ് ആ ഒരു പേഴ്സണ് ഗുണം ചെയ്യും. നിങ്ങൾ ഓർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പോയി. ചിലപ്പോൾ അതേപോലത്തെ മോശമായിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ഒരു കംപ്ലീറ്റ്ലി ഭയങ്കര ട്രാജഡിയും ഭയങ്കര എന്താ പറയുക അങ്ങനത്തേക്ക് ഒരു ബ്രേക്കപ്പിലൊക്കെ ആയിരിക്കാം നിന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഈ ഒരു പേഴ്സൺ നിങ്ങൾ യാതൊരുവിധ ഫീലിങ്സും ഇല്ല, പണ്ടുണ്ടായിരുന്നതൊക്കെ ഇപ്പം മാറി, അങ്ങനെയൊക്കെ ആയിരിക്കാം ഇത്രയും നാളും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് നല്ലതുപോലൊരു ഫീലിങ്സുമുണ്ട്,
എന്താണ് നിങ്ങളോട് ഭയങ്കര നമുക്ക് ഭയങ്കര ഡെപ്തിൽ തന്നെ ഭയങ്കര വല്ലാത്തൊരു ഇഷ്ടമുണ്ട് നിങ്ങളോട് ഈ ഒരു ആൾക്ക്. അന്നത്തെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണ് അങ്ങനത്തെ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ വന്ന് മാറിപ്പോയത്. നിങ്ങളും നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു എന്താ പറയുക, ആ ഒരു സ്പാർക്ക് ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ഉള്ളപ്പോൾ ആ ഒരു എനർജി, അതായത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു എനർജി ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലിംഗ് ആണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ തമ്മിൽ ആ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്തും നിങ്ങൾ തമ്മിൽ പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ കാര്യങ്ങളും ഓരോ പുതിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു കൊച്ചുകുട്ടീനെ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണെ നിങ്ങൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ പുതിയ പുതിയ പോസിബിലിറ്റീസ്, അതായത് പുതിയ ജോലികൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഓരോരോ പുതിയ ലൈഫിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള പോസിറ്റീവുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ആ പേഴ്സണ് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു നിങ്ങൾ. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ പുതിയ ഒരു നല്ലൊരു ലൈറ്റ് വന്ന ഒരു ഫീലിംഗ് ആയിരുന്നു, പുതിയൊരു ജീവിതം കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നപ്പോഴും. കംപ്ലീറ്റ്ലി ആ ഒരു എനർജിയൊക്കെ ആ ഒരു പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളായിട്ടുള്ളൊരു പുതിയൊരു ബിഗിനിങ്, അതായത് ഒരു ന്യൂ ലൈഫൊക്കെ നിങ്ങളായിട്ട് ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ കുറേ മിസ്റ്റേക്സുകളും എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ രണ്ടുപേരും സ്പ്ലിറ്റായി ഇപ്പം നിൽക്കുകയാണ്. ബട്ട് ഇപ്പോഴും ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളോട് ഫീലിങ്സൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ആരൊക്കെ എന്നോട് എന്തൊക്കെ ചെയ്തു, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, അപ്പം അങ്ങനത്തെ ഒരു മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു പേഴ്സണെ ഇതിന് മുന്നേ നിങ്ങൾ ട്രീറ്റ് ചെയ്ത് എങ്ങനെയാണ്, അപ്പോൾ ആ ഒരു ഫീലിങ്സും ആ ഒരു കെമിസ്ട്രിയൊക്കെ ഇപ്പോൾ പാസ്റ്റും കാര്യങ്ങളും ഒക്കെ ആ പേഴ്സൺ ഇങ്ങനെ മൈൻഡിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുമാണ് ആ ഒരു പേഴ്സണ് നിങ്ങളോട് അപ്പോൾ മനസ്സിലാക്കുമ്പോൾ അറിയാം ഈ ഒരാൾ എന്നോട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്നെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു തിരിച്ചറിവൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷനെ പറ്റി. ഇപ്പോൾ ഇത്രയും നാൾ മാറിയത് ഞാൻ എന്തിനാണ്, അപ്പോൾ എൻ്റെ ലൈഫിൽ കാർമികമായിട്ടുള്ള വന്ന ആൾക്കാർ ആരൊക്കെയാണ്, അപ്പോൾ കാർമികമായിട്ടുള്ള ആൾക്കാരെയും പിന്നെ ആരൊക്കെ എന്നോട് സ്നേഹത്തോടെയും ഒരു കൈൻഡ്നെസ്സൊക്കെ കാണിച്ചു, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, എന്നെ നല്ലതുപോലെയാണോ എല്ലാവരും ട്രീറ്റ് ചെയ്തത്, ആരൊക്കെ എന്നോട് മോശമായി പെരുമാറി. അപ്പോൾ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് പീരീഡാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾ കാണിച്ച പാസ്റ്റിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇഷ്ടവും സ്നേഹമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ. ഈ വ്യക്തിക്ക് ഭയങ്കര, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് ഹേർട്ട് ബ്രോക്കൺ ആണ്, ശരിക്കും മരിച്ചൊരവസ്ഥയിൽ തന്നെയാണ് വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഒരു ഡിഫിക്കൽട്ട് ടൈമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോഴാണ് ആ പേഴ്സണ് ഇഷ്ടമുണ്ട് എങ്കിലും ഇപ്പോഴാണ് നിങ്ങൾ ഒരുപാട് ആ പേഴ്സണെ മിസ് ചെയ്യുന്നതും ആ ഒരു നിങ്ങളില്ലാത്തൊരു പെയിനൊക്കെ മനസ്സിലാവുന്നതും ഒക്കെ ഈ ഒരു കറണ്ട് സ്റ്റേജിലാണ്. അതായത് ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ അതൊരു തേർഡ് പാർട്ടിയുടെ ഒരു കൈ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഡ്രാമയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയൊക്കെ വഷളാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷെ നമുക്കതിൽ കറക്റ്റായിട്ട് ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ആൻസർ കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ആണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മേ ബി ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ ചിലപ്പോൾ വെളിയിൽ നിന്ന് വേറെങ്കിലും ഒരാൾ വന്ന് ഒരു റിലേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നോർമൽ എങ്ങനെയും ആവാം, വേറൊരു അഫെയർ ആവാം. അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ വേറൊരാൾ വന്നിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിന് സപ്പോർട്ട് ചെയ്യാതെ വേണ്ടാത്ത നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ആയിരിക്കാം. അങ്ങനെയും റിലേഷൻഷിപ്പ് ബ്രേക്കായി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണും മനസ്സിലായിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്, ഈ ഒരു പേഴ്സൻ്റെ ഡ്രാമയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പോൾ അതൊക്കെ ഓർത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മരിച്ചതും മരവിച്ചതുമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിലോട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഈ ഒരു പേഴ്സൺ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഈ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ചെറിയ രീതിയിലൊക്കെ ഭക്തിയോ കാര്യങ്ങളോ, ഇപ്പോൾ ആരും ചുറ്റും നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിലൊക്കെയാണ് നമ്മൾ കൂടുതലും സ്പിരിച്വൽ ലൈഫൊക്കെ ചൂസ് ചെയ്യുന്നത്. അമ്പലങ്ങളിൽ പോകാം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്പിരിച്വാലിറ്റി, അവർക്ക് ഏതെങ്കിലും ആ ഒരു തരത്തിലോട്ടൊക്കെ വരും. അപ്പോൾ കൂടുതലും മെഡിറ്റേഷൻസും യോഗാസും മെഡിറ്റേഷൻസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാടൊക്കെ ക്ലിയർ ആയിട്ട് നല്ലൊരു ക്ലാരിറ്റി കിട്ടും ലൈഫിൽ ഓരോ കാര്യങ്ങൾക്കും. അപ്പോൾ കുറേ കൂടെയൊക്കെ മനസ്സിലായി ഒക്കെ വരും. അപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് ആക്ഷൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നിങ്ങളോട് തന്നെ വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും, അതായത് തിരിച്ചു വന്നു കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളോട് ആ പേഴ്സൺ ഇപ്പോൾ ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്ന ആ ഒരു സ്റ്റേജസും ഒക്കെ ഷെയർ ചെയ്യാനുള്ള അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അപ്പോൾ നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് നന്ദിയുള്ള ഒരാളായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ആളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങളോടുള്ള ഒരു സ്നേഹം, നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹത്തിൻ്റെയും ബേസിലാണ് ആ പേഴ്സൺ ഉണ്ടായിരുന്ന ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈഫിൽ നിന്നും വെളിയിലോട്ട് വന്നത്. അപ്പോൾ നിങ്ങളോട് കുറേ നേരത്തെ ഉള്ളതിനെക്കാട്ടിയൊക്കെ ഒരുപാട് സ്നേഹങ്ങളും നിങ്ങളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആ ഒരു ഫോമിലോട്ട് ഇനി വരികയും കൂടെ ചെയ്യുന്നതാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സെലിബ്രേഷൻസും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസസും ഉണ്ട്. മേ ബി ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരു മാരേജിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് ഒക്കെ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ളൊരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ടും ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നതാണ്. അതുതന്നെയാണ് നമുക്കിവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ നമ്മളുടെ കാർഡ്സിൽ പറയുന്ന പോലെ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ്. ഇപ്പോൾ ആ പേഴ്സൺ മാറി നിൽക്കുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ മൈൻഡിൽ ഫുള്ള് നിങ്ങളാണ്. അപ്പോൾ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇത്രയും നാളും കണ്ടിരിക്കുന്നതുമായിട്ടുള്ളതൊന്നുമല്ല, ഒരുപാട് നല്ല രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നത്. ഒരുപാട് ആ പേഴ്സൺ, അതായത് ഭ്രാന്തമായിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം. അതായത് എങ്ങും ആരിൽ നിന്നും ഒരു സപ്പോർട്ടും ഒന്നും ഇല്ലാതിരിക്കുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ഓവർകം ചെയ്ത് വരുമ്പോൾ നിങ്ങളിൽ മാത്രമാണ് ആ ഒരു പേഴ്സൻ്റെ ലൈഫ് ആ ഒരു രീതിയിലോട്ട് മാറാനുള്ള ചാൻസസൊക്കെ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് ഡെഫിനറ്റ്ലി വരും. അതുപോലെ തന്നെ ഇതൊരു അടുത്തൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട്, ഒരു റിലേഷൻ, മേ ബി ഒരു മാരേജിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്കിപ്പോൾ വന്ന കാർഡ്സിലും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻ നല്ല രീതിയിൽ വളർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ തരത്തിലും ഒരു ലൈഫ് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് മാറിയിരിക്കണം, നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. സ്റ്റിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങൾ പഴയ പോലെ തന്നെ അതിലും ബെറ്റർ ആയിട്ടുള്ള റിലേഷനിലോട്ട് പോകാനുള്ള ഇതൊക്കെ നമുക്ക് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. സോ ഇന്നത്തെ എൻ്റെ റീഡിങ് ഇവിടെ തീർന്നിരിക്കുന്നു. അപ്പോൾ താങ്ക് യു മൈ സോൾ ഫാമിലി. താങ്ക് യു സോ മച്ച്.